യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചു. നമ്മൾ ഓരോ അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആത്മീകമായിരിക്കുന്ന സത്യങ്ങളുടെ ഒരു കലവറ തന്നെ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ പിൻപറ്റുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന്മാർ മുഖാന്തരം ആലേഖനം ചെയ്തു തന്നിട്ടുണ്ട്. ഇത് കേവലം യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി എന്നതിലുപരി നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ട അനേക വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ അധ്യായങ്ങളും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 7 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ച് 8-ാം വാക്യത്തില് പത്രോസിനോട് കർത്താവ് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഈ 13-ാം അധ്യായം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ 4 പ്രധാന വിഷയങ്ങളാണ് ഈ 13-ാം അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, യേശു കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത് പ്രധാന വിഷയമായിട്ടിരിക്കുന്നു. അതുപോലെ ഇസ്കരിയോത്ത യൂദാസ് കർത്താവിനെ വിട്ടു പോകുന്ന രംഗവും ഈ അധ്യായത്തിലാണ് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയും എന്നുള്ള വിഷയവും ഈ അധ്യായം പ്രതിപാദിക്കുന്നുണ്ട്. പുതിയൊരു കൽപ്പന ശിഷ്യന്മാർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നു. ഈ 4 പ്രധാന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു, ഇസ്കരിയോത്ത യൂദയുടെ വിടവാങ്ങല്, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന രംഗം, അതുപോലെ തന്നെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നതായിരിക്കുന്ന പറയും എന്ന് കർത്താവ് മുൻകൂട്ടി സൂചന കൊടുക്കുന്ന വിഷയം ഇതിനകത്ത് വരുന്നു. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് സഭയ്ക്കുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാർക്കുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതിനോടുള്ള ബന്ധത്തില് അവരുടേതായ പ്രതികരണങ്ങളിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കടന്നു പോകുവാനായിട്ട് ഇടയായി. എന്നതിന്റെ 8-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് മുമ്പോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അതിലെ പ്രായോഗികത എങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നത് വ്യക്തമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ 8-ാം വാക്യത്തിൽ കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി മുമ്പോട്ട് വരുമ്പോൾ പത്രോസിന്റെ അടുക്കൽ എത്തുമ്പോൾ പത്രോസ് പറയുന്ന ഒരു പ്രസ്താവനയാണ് ഇത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്നാൽ ആ കഴുകപ്പെടലിന്റെ അനുഭവം അത് ആത്മീയ ജീവിതത്തിൽ വേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ട ഒരു വിഷയമാണ് ഈ കഴുകപ്പെടൽ എന്നുള്ളത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയം, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പോൾ കർത്താവ് പത്രോസിന്റെ അടുക്കൽ വരുമ്പോൾ പത്രോസ് കാണുന്ന ഒരു ആംഗിൾ മാത്രം അല്ലെങ്കിൽ ഒരു തലത്തിൽ മാത്രമാണ് പത്രോസ് ആ വിഷയം കാണുന്നത്. തന്റെ ഗുരുവായിരിക്കുന്ന കർത്താവ് തന്റെ കാല് കഴുകുവാനായിട്ട് പാടില്ല, ദാസനാണ് യജമാനന്റെ കാല് കഴുകേണ്ടത് എന്നുള്ള ആ ഒരു ആംഗിൾ മാത്രം പത്രോസ് കണ്ടുകൊണ്ട് കർത്താവിനോട് സംസാരിക്കുക. അപ്പോൾ കർത്താവ് അതിന്റെ ആത്മീക ആശയം പത്രോസിനോട് പറയുന്നത്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു ആത്മീയ ആശയം എന്ന് പറഞ്ഞാൽ, ഒന്ന്, കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം. ഇവിടെ കഴുകപ്പെടൽ ഒരു സിംബോളിക് ആക്ട് ആണ്, അല്ലെങ്കിൽ ഒരു പ്രതിരൂപമാണ്. കർത്താവ് ചെയ്യാനായിട്ട് പോകുന്ന, നമുക്കറിയാം പെസഹ പെരുന്നാളിനോട് ബന്ധപ്പെട്ട് കർത്താവ് ക്രൂശ് മരണത്തിലേക്ക് ചുവടുകൾ വയ്ക്കാനായിട്ട് പോകുക. ക്രൂശ് മരണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പാപത്തിന്, സകല മനുഷ്യരുടെയും പാപത്തിന് പ്രായശ്ചിത്തയാഗമായി കർത്താവ് പാപത്തിന് പരിഹാരം ഒരുക്കുവാനായിട്ട് പോകുന്ന രംഗമാണ് മുന്നിൽ കാണുക, ഏറ്റവും റീസെന്റ് ആയിട്ട്, ഏറ്റവും അടുത്തതായിട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ വിഷയത്തിന്റെ ശരിയായ അർത്ഥം ശിഷ്യന്മാർ വ്യക്തമായി മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഈ ഒരു പ്രസ്താവന പത്രോസിനോട് പറയുന്നത്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പോൾ കർത്താവ് ഈ രക്ഷയുടെ ആവശ്യകത അത് പത്രോസിനും ആവശ്യമാണ്, 12 ശിഷ്യന്മാർക്കും ആവശ്യമാണ്. കർത്താവ് അവരെ തിരഞ്ഞെടുത്തവരാണ്, കർത്താവിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ കഴുകപ്പെടലിന്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് വ്യക്തമായിട്ട് അവരോട് പറയുമ്പോൾ 2000 വർഷം കഴിഞ്ഞ് ഈ വേദവാക്യം വായിക്കുന്ന നമ്മുടെ ഹൃദയത്തിലും ഈ കഴുകപ്പെടലിന്റെ ആവശ്യകത വ്യക്തമായിട്ട് ബോധ്യപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. ഇന്ന് പലരും കർത്താവ് കാല് കഴുകിയതുപോലെ പെസഹയ്ക്ക് കാല് കഴുകിയ ആചാരങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ആചാരത്താൽ ഉപരി ഇവിടെ കർത്താവ് പറയുന്ന വാക്ക്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പൊ കർത്താവിനോട് കൂടെ ഒരു പങ്കാളിത്തം, കർത്താവിനോട് കൂടെ ഒരു സ്നേഹവും അടുപ്പവും ഒരു ബന്ധം ലഭിക്കണമെങ്കിൽ ഒരു കഴുകപ്പെടൽ ആവശ്യമാണ്. അതിന് കാരണം, ഒന്നാമത്തെ വിഷയം, യേശു കർത്താവ് ദൈവമാണ് എന്ന് കാരണം ദൈവമായതുകൊണ്ടാണ് യേശു കർത്താവ്
മനുഷ്യനെ കഴുകുവാനായിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരിക്കുവാനായിട്ട് പ്രാപ്തനാകുന്നത്. അപ്പോൾ യേശു കർത്താവ് തന്നെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രധാന പ്രതിപാദ്യം തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ്. അപ്പൊ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് ക്ലെൻസിങ് കൊടുക്കുവാൻ, ശുദ്ധീകരിക്കുവാനായിട്ട് പരിശുദ്ധനായിരിക്കുന്ന പാപരഹിതനായിരിക്കുന്ന ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, നീ പാപിയാണ്, നിന്നെ ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അപ്പോൾ ആ ഒരു പ്രാധാന്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 5:8 വരുമ്പോൾ അവിടെ പത്രോസ് തന്നെ പറയുന്നൊരു വാക്കുണ്ട്. കർത്താവ് ഇവര് ബോട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചെല്ലുമ്പോൾ പത്രോസ് പറഞ്ഞ വിഷയമുണ്ട്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകിയാൽ നീ എന്നെ വിട്ടു പോകണം. പത്രോസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വിഷയം നമുക്കറിയാവുന്ന രംഗമാണ്. മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് മുക്കുവന്മാരുടെ ഒറിജിനൽ വേഷത്തിൽ അവിടെ നിൽക്കുന്നു. കർത്താവിനെ കണ്ട് പത്രോസ് വെള്ളത്തിൽ ചാടുന്നു. അപ്പോൾ ആ പത്രോസ് പറഞ്ഞൊരു വിഷയമുണ്ട്, ഞാൻ പാപിയാകിയാൽ എന്നെ വിട്ടു പോകണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന ആത്മീക പാഠം എന്ന് പറയുന്ന വിഷയം, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് കഴുകപ്പെടൽ കൂടാതെ, ശുദ്ധീകരണം കൂടാതെ ദൈവസന്നിധിയിലേക്ക് ആക്സസ് അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കുന്നില്ല. അപ്പോൾ കർത്താവ് ആ സത്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, പത്രോസ് ഓൾറെഡി കഴുകപ്പെട്ടവനാണ്, വിശ്വാസത്തിൽ കഴുകപ്പെട്ടവനാണ്. എന്നാൽ ആ വിഷയത്തിന്റെ ഗൗരവം പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് അത് എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് പത്രോസ് ഈ നിമിഷം ചിന്തിക്കുന്നില്ല. പത്രോസ് വളരെ കർത്താവ് പറയുന്ന സന്ദർഭത്തോട് ബന്ധപ്പെട്ട് മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. അതിന്റെ ദൂരവ്യാപക ഫലം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തുദ്ദേശിച്ചാണ് അത് പറയുന്നത് എന്നുള്ള വിഷയം പലപ്പോഴും പത്രോസിന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പത്രോസിന് മാത്രമല്ല, മറ്റു ശിഷ്യന്മാർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ യോഹന്നാൻ ഇത് നമുക്ക് ദൈവാത്മാവിൽ ആലേഖനം ചെയ്തു തരുമ്പോൾ, ഇത് ഇന്ന് നാം വായിക്കുമ്പോൾ അന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ കാര്യങ്ങളുടെ നിവൃത്തി സംഭവിച്ചതിന് ശേഷമാണ് നാം ഇത് വായിക്കുന്നത്. അപ്പോൾ അതിന്റെ ആത്മീയ സത്യം നമ്മൾ ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ കർത്താവ് ഇരിക്കുന്ന വേദിയിൽ ഇസ്കറിയാത്ത യൂദയുണ്ട്, കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആളാണ്. 12 പേരുണ്ട്. പത്രോസ് എടുത്തിയാട്ടക്കാരനാണ്. യോഹന്നാൻ കർത്താവിനോട് പറ്റിച്ചത്. പല സ്വഭാവക്കാരെ, ഈ 12 പേർക്കും 12 സ്വഭാവങ്ങളാണ്. ചിലർക്കും 12, 24 സ്വഭാവമായിരിക്കാം ഇവരുടെ പ്രതികരണം. അപ്പോൾ തന്നെ ഒറ്റുകൊടുക്കുവാനായിട്ടുള്ള യൂദ ഉൾപ്പെടുന്ന സമൂഹത്തോട് കർത്താവ് പറയുന്ന വാക്യമാണ്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ഇസ്കറിയാത്ത യൂദയുടെ കാലും കർത്താവോടെ കഴുകിയിട്ടുണ്ട്. 12 പേരുടെയും കാല് കർത്താവ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴുകപ്പെടലിന്റെ ആവശ്യകത പത്രോസിനോട് കർത്താവ് പറയുമ്പോൾ അല്പമെങ്കിലും ആത്മീക ചൈതന്യം എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി കുത്ത് എന്ന് നമ്മൾ പറയുന്ന പ്രയോഗം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അല്പമെങ്കിലും പ്രവർത്തനം ഈ യൂദയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂദയ്ക്ക് ഒരു യഥാസ്ഥാപനം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ആ നാശയോഗ്യൻ എന്ന് കർത്താവ് പറയുന്നത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞിട്ട് യൂദയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. ഈവൻ പത്രോസിന് പോലും ശരിയായ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്ന പാഠം ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദൈവത്വം, തനിക്കാണ് മനുഷ്യനെ കഴുകുവാനായിട്ടുള്ള അധികാരം എന്നുള്ള വിഷയം കർത്താവ് വ്യക്തമാക്കുന്നു. അതോടുകൂടി കർത്താവ് പറയുന്ന ഒരു ഗുണപാഠമാണ്, കഴുകപ്പെട്ട, അതായത് വിശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് പിന്നീട് ഒരു കഴുകപ്പെടലിന്റെ ആവശ്യമില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇവിടെ ഈ കർത്താവ് വരുത്തുന്ന കഴുകപ്പെടൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതുകൊണ്ട് അതിന്റെ വിശദീകരണം ആവശ്യമില്ല. എങ്കിൽ നമുക്കൊന്ന് ഓർമ്മയിലേക്ക് ഇതൊന്ന് പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് വാക്യങ്ങൾ ഉദ്ധരിക്കുന്നു എന്നേ ഉള്ളൂ. എബ്രായ ലേഖനം 9:12 നമ്മൾ വായിക്കുന്നത്, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പോൾ വീണ്ടെടുപ്പ് നിത്യമാണ്, എന്നേക്കുമുള്ളതാണ് എന്ന് നമ്മളവിടെ വായിക്കുന്നു. 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ കർത്താവ് ഒരിക്കൽ കഴിച്ച ശരീരയാഗത്താൽ, പഴയ നിയമയാഗങ്ങളോട് ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ടാണ് ആ ഒരിക്കലായി കഴിച്ച യാഗത്തിനോട് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഈ വിശുദ്ധീകരണവും നിത്യമായ ഒരു വിശുദ്ധീകരണമാണ്. എന്നാൽ അതിനൊരു പ്രായോഗിക തലമുണ്ട്. ആ പ്രായോഗിക തലമാണ് ഈ കഴുകപ്പെടലിനെ കർത്താവ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന്റെ 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ വരുമ്പോൾ, അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. ഇത് നമ്മുടെ നീതീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കർത്താവ് നമ്മളെ ദൈവസന്നിധിയിൽ പാപമില്ലാത്തവരായിട്ട് പിതാവിന്റെ മുമ്പാകെ പാപരഹിതരായിട്ട് നിർത്തുന്നു എന്നുള്ള വിഷയമാണ്.
അപ്പോൾ പാപമില്ലാത്ത പരിശുദ്ധമല്ല നീതിമാന്മാരായിട്ട് കർത്താവിന്റെ മുമ്പാകെ, പിതാവിന്റെ മുമ്പാകെ കർത്താവ് മുഖാന്തരം നമ്മൾ നിൽക്കുന്നു എന്നുള്ള അനുഗ്രഹീത പദവിയാണ് ദൈവം ഇവിടെ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ കുടിച്ചിരിക്കുന്നവൻ എന്ന് പറയുന്നത് കർത്താവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥാനീയമായിട്ടുള്ള വിശുദ്ധീകരണവും സംഭവിച്ചിട്ടുണ്ട്. ഈ നീതീകരണം ലഭിക്കുമ്പോൾ നീതീകരണം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുക. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പത്രോസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കർത്താവ്, നീ എന്നെ മുഴുവനായിട്ടും കഴുകണം എന്ന് പറഞ്ഞാൽ എന്താ? പത്രോസിനോട് കർത്താവ് പറയാനായിട്ടുള്ള കാരണം, ഞാൻ നിന്നെ കഴുകുന്നതിൽ നിനക്ക് എന്നോട് കൂടെ ഒരു പങ്കും ഓഹരിയുമില്ല, എന്നോട് കൂടെ ഒരു അവകാശവും നിനക്കില്ല എന്ന് കർത്താവ് പറയുമ്പോൾ പത്രോസിന് മനസ്സിലാകുന്ന നിലയിൽ കർത്താവ് ആ കാര്യം പറയുക. എന്നാൽ പത്രോസിന് മുമ്പോട്ടുള്ള കാര്യം ഒന്ന് വായിക്കുമ്പോൾ ഇവരൊത്തിരി പെർപ്ലക്സ്ഡ് എന്ന് കൺഫ്യൂസ്ഡ് ആണ് ഇവര്. കർത്താവ് എന്റെ നാഴിക എടുത്തു, ഇന്ന കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളുവാനായിട്ട് മാനുഷിക ബുദ്ധിയിൽ ഇവർക്ക് സാധിക്കുന്നില്ല. കർത്താവ് പറയുന്നതിന്റെ ആശയം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഇവിടെ യോഹന്നാൻ ഈ കാര്യങ്ങൾ ഉദ്ധരിച്ച് തിരക്കുമ്പോൾ ഈ ഒരു വിഷയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനായിട്ടുള്ള കാരണം, കർത്താവ് വിശ്വാസികൾക്ക് കൊടുക്കുന്ന വിശുദ്ധീകരണത്തിന്റെ മഹത്വം അവർ മനസ്സിലാക്കണം. കുളിച്ചിരിക്കുന്ന ആ കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവരായിട്ടിരിക്കുന്ന വിശ്വാസികൾ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ പിന്നീട് കുളിക്കലിന്റെ ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല, എന്നാൽ കഴുകപ്പെടലിന്റെ ആവശ്യമുണ്ട്. ഈ കഴുകുന്നത് എവിടെയാണ്? അവരുടെ കഴുകുന്നത് എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തിൽ നടക്കുമ്പോൾ ആ കാലിൽ ചെളി പറ്റാൻ, പാപങ്ങൾ പറ്റാനുള്ള സകല സാധ്യതയുമുണ്ട് എന്നുള്ള കാര്യം കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിന്റെ വിനയം, അല്ലെങ്കിൽ ഗുരുവായിരിക്കുന്ന കർത്താവ് ശിഷ്യന്മാർക്ക് കാല് കഴുകുന്നത് കർത്താവ് തന്റെ ദാസത്വം അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ സമ്പൂർണ്ണത അവിടെ വെളിപ്പെടുത്തുന്നു എങ്കിലും പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം കുറിക്കൊള്ളേണ്ട ഒരു ആത്മീക പാഠം എന്ന് പറയുന്നത് കഴുകൽ പ്രാപിച്ചിരിക്കുന്ന, അല്ല രക്ഷ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ പറ്റുന്ന കറകളിൽ നിന്ന് ഒരു കഴുകൽ ആവശ്യമായിട്ടിരിക്കുന്നു. അത് അന്യോന്യം ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതിന്റെ ആത്മീയ പാഠങ്ങളും സഭാശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ഒരു സഹോദരൻ തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങൾ അവനെ യഥാസ്ഥാനപ്പെടുത്തണം. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് പറയും, നിങ്ങൾ ഇത് ഗുരു ചെയ്തെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ അവർ പരസ്പരം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ കാലുകൾ. ഇത് അക്ഷരവുമായിട്ട് വെള്ളം കോരി കാലിൽ ഒഴിക്കുന്ന ശുശ്രൂഷയല്ല ഇവിടെ കർത്താവ് പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ അവർ വിശ്വാസ ജീവിതത്തിൽ ചുവടുകൾ വയ്ക്കുമ്പോൾ തെറ്റിൽ അകപ്പെട്ടു പോകാനുള്ള, തെറ്റുകൾ പറ്റാനുള്ള സാധ്യത വളരെ കൂടുതൽ. അഴുക്ക് പറ്റും, കാരണം അവർ ലോകത്തിലാണ് ജീവിക്കുന്നത്. അത് കഴുകുന്ന ശുശ്രൂഷ കർത്താവ് അവർക്ക് പരസ്പരം കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മള് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ ദൈവഭക്തിയെക്കുറിച്ച് അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്ന ഒരു വിഷയം അവിടെ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും, അതൊരു പ്രായോഗിക തലമാണ്. അടുത്ത വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. അപ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ നോക്കുക എന്നുള്ളതാണ്. ഈ ലോകത്താലുള്ള കളങ്കം എന്ന് പറയുമ്പോൾ നമ്മൾ 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന വിഷയമാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നൊരു വിഷയം, ലോകത്താലുള്ള കളങ്കം പറ്റാതെ നോക്കുക. അപ്പൊ ദൈവഭക്തി എന്ന് പറയുന്നത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ നോക്കുന്നതാണ്. അങ്ങനെ പറ്റാതെ നോക്കിയാലും പറ്റാനുള്ള സാധ്യതകൾ വളരെ, കാരണം നമ്മൾ ഈ ചെളി നിറഞ്ഞ ലോകത്തൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലെ പാപം നിറഞ്ഞ ലോകത്തിലൂടെ ഒരു വിശ്വാസി കഴുകൽ പ്രാപിച്ചവനാണ്, അവൻ കുളിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അവൻ നടക്കുന്ന പാത പാപമയമായതുകൊണ്ട്, അല്ലെങ്കിൽ ചെളിയുള്ള സ്ഥലമായതുകൊണ്ട് അവന് കാലിൽ ചെളി പറ്റാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു കഴുകൽ ആവശ്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ നടക്കുമ്പോൾ ചെളി പറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ചെളിയിൽ നടക്കാം എന്നല്ല അതിന്റെ ആശയം. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാളും വരുത്. അപ്പോൾ പാപം ചെയ്യാനുള്ള അനുവാദമല്ല ഈ വാക്യത്തിന്റെ ശുപാർശ എന്ന് പറയുന്നത്, മറിച്ച്
പാപം പറ്റാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പറ്റാതെ സൂക്ഷിക്കണം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കണം. ഇത് വ്യക്തിപരമായി നമ്മോടുള്ള ദൈവത്തിന്റെ ഒരു പ്രബോധനമാണ്. ഇത് വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവ് പത്രോസിനോട് പറയുന്നു, 12 ശിഷ്യന്മാരോട് ഈ വിഷയം പറയുന്നു. യൂദ അതിനിടയ്ക്ക് അവിശ്വാസിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ യൂദയോട് അടക്കമാണ് ഈ വിഷയം പറയുന്നത്. ഞാൻ കഴുകാഞ്ഞാൽ, അതായത് എന്നാൽ ഒരു കഴുകപ്പെടൽ നിനക്ക് ലഭിക്കാത്ത കാലത്തോളം നിനക്ക് ഞാനുമായിട്ട് ഒരു പങ്കാളിത്തവുമില്ല. ഇത് പറഞ്ഞിട്ട് യൂദയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. പത്രോസ് പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് പറഞ്ഞു, കർത്താവ് നീ എന്റെ കാല് മാത്രമല്ല എന്നെ മുഴുവനായും കഴുകണം. അപ്പൊ കർത്താവ് പറയണം, മുഴുവൻ കുളിച്ചിരിക്കുന്നവൻ മുഴുവൻ കഴുകേണ്ട ആവശ്യമില്ല. എവിടെയാണോ ചെളി പറ്റിയത്, എന്ത് ചെളിയാണോ പറ്റിയത്, അത് കഴുകിക്കളഞ്ഞാൽ മതി. നമ്മൾ 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ അസത്യവാദിയാക്കും. പാപത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ സകല അനീതിയും പോക്കി ദൈവം ശുദ്ധീകരിക്കും. ആ വാക്യത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സകല അനീതിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റുമായിട്ട് ദൈവനീതി എങ്ങനെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഒരാംഗിളും, ഇപ്പോൾ പത്രോസ് കാല് കഴുകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാംഗിൾ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അതിന് പല വശങ്ങളുണ്ട്. ഈ പല വശങ്ങളാണ് ദൈവനീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പാപത്തെ ഏറ്റു പറയുമ്പോൾ ഈ എല്ലാ തലങ്ങളെയും കർത്താവ് ക്ഷമിച്ച് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്ന വാക്യത്തിന്റെ ആശയം. അപ്പോൾ അനുദിന ജീവിതത്തിൽ ഈ ഒരു കഴുകപ്പെടൽ വ്യക്തിപരമായി വിശ്വാസികൾക്ക് ആവശ്യമാണ്. ഈ പ്രായോഗിക ജീവിതത്തിൽ പല നിലകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റുകൾ കടന്നു വരാം. ഒന്ന്, മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ. നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളുണ്ട്. അതിനാണ് മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റ്. അതിനോട് ദൈവം ഇടപെടുന്ന രീതി വ്യത്യാസമാണ്. 2, പലപ്പോഴും ദൈവം കൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം വിലക്കിയിരിക്കുന്ന വിഷയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോവുക. നമുക്കറിയാം പല വിശ്വാസികൾ നമ്മൾ സഭയിൽ പെരുമാറുമ്പോൾ, നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴൊക്കെ നമുക്കറിയാം പല കാര്യങ്ങളും അത് വിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്ന് നമുക്കറിയാം. പലരും അത് പാലിക്കുന്നുണ്ട്, എന്നാൽ ചിലര് അത് പാലിക്കുന്നില്ല. കാരണം അവർക്ക് അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കാം. പിന്നെ 2ാമത്തെ വിഷയം ലോകത്തോടുള്ള അമിത താല്പര്യം. ഇവിടെ യൂദയുടെ ജീവിതത്തിൽ സംഭവിച്ച ഇസ്കറിയാത്ത യൂദ, പുള്ളി ഒരു വിശ്വാസിയായിട്ട് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റത്തില്ല. കർത്താവ് 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ചില പ്രാധാന്യം ഈ രംഗത്തുണ്ട്. അദ്ദേഹം കർത്താവിന്റെ സന്നിധി വിട്ടു പോയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രാധാന്യം ഇല്ലാതായി മാറുന്നത്. ഈ 12 ശിഷ്യന്മാരിൽ 12 പേരെ കർത്താവ് വിളിച്ചു വേർതിരിച്ചപ്പോൾ അവർക്ക് കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളിലും, എല്ലാ വാഗ്ദത്തങ്ങളിലും, പരിശീലനങ്ങളിലും യൂദയ്ക്കും തുല്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂദ കർത്താവിനോട് കൂടെ ഇങ്ങനെ നടത്തിയിട്ട് യൂദയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. കർത്താവ് പണസഞ്ചി പോലും ഈ ടീമിന്റെ, അതായത് 12, 1, 13 പേരടങ്ങുന്ന ഒരു ടീം, ആ ടീം പ്രവർത്തനം, നമുക്ക് ഇന്നത്തെ ടീം പ്രവർത്തനം ഉണ്ടല്ലോ, ഈ ടീം പ്രവർത്തനത്തിന്റെ ഫണ്ട് അല്ലെങ്കിൽ അതിന്റെ ക്യാഷറായിട്ട് വർക്ക് ചെയ്തത് യൂദയായിരുന്നു. അപ്പൊ യൂദ ഇതിനകത്തുനിന്ന് എങ്ങനെ കൈയിട്ട് വരാം എന്നുള്ളത് മാത്രമേ താല്പര്യമുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കൈയിട്ട് വരുന്നത് വലിയൊരു ലംഘനമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ വിശ്വാസികളായിരിക്കും നമ്മുടെ ജീവിതത്തിലും കടന്നു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കർത്താവ് തരുന്ന ഗുണപാഠം എന്ന് പറയുന്നത് കേവലം നിങ്ങൾ പരസ്പരം ബഹുമാനിച്ച് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ള ആശയം മാത്രമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ കടന്നുകൂടാവുന്ന മലിനതകളെ നമ്മൾ കഴുകപ്പെട്ടവരാണ്, കുളിച്ചവരാണ്, കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ച് ശുദ്ധീകരണം പ്രാപിച്ചവരാണ് നമ്മൾ വിശ്വാസത്താൽ. എന്നാൽ ആ ശുദ്ധീകരണം പ്രാപിച്ച നമ്മൾ അനുദിന ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കാലിൽ പലവിധ മാലിന്യം എന്ന് പറയുന്നത് ചെറും ചെളിയുമല്ല, മറിച്ച് ഈ ലോകത്തിന്റെ കളങ്കം, പാപം, ചെറുതും വലുതുമായിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തെ വ്യക്തിപരമായിട്ട് നമ്മുടെ കാലിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത യാത്രയിൽ, അതിനാണ് കാലെന്ന് പറയുക, നമ്മുടെ ജീവിതചര്യയിൽ ഈ കാര്യങ്ങൾ പറ്റിപ്പിടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറ്റിപ്പിടിക്കുന്ന ഒരു വ്യക്തി കാല് കഴുകേണ്ടത് ആവശ്യമാണ്. അത് ആര് കഴുകണം? അവിടെയും കർത്താവ് പറയുകയാണ്, ഈ കാല് കഴുകിയത് കർത്താവാണ്. അപ്പോൾ ഈ അനുദിന ജീവിതത്തിൽ പറ്റുന്ന പാപങ്ങളുടെയും പരിഹാരം വരുത്തുവാനായിട്ട് കർത്താവിനെ സാധിക്കത്തുള്ളൂ. എന്നാൽ ആ കഴുകപ്പെടലിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം. ശിഷ്യന്മാരെ കർത്താവ് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസികളായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ, കർത്താവിന്റെ ദാസന്മാരായിട്ട് ശിഷ്യന്മാരായിട്ട് ജീവിക്കുമ്പോൾ, കർത്താവിന് നമ്മുടെ കാലുകളെ കഴുകുവാൻ അനുവദിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയിൽ വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു വിഷയവും പ്രധാനപ്പെട്ട വിഷയമല്ല.
ഇപ്പൊ ദൈവവചനത്തിൽ എന്ത് കാര്യം കണ്ടാലും എന്തൊരു പ്രമാണം അതിങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിനുടനെ മറുമരുന്ന് അല്ലെങ്കിൽ അതിനൊരു പഴുത് അവർ കണ്ടെത്തി ആ തെറ്റിൽ തുടരുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത കണ്ടു. ഇത് ഇന്നത്തെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ കാലത്തും ഉണ്ട്. അത് യോഗ്യമായ ഒരു കാര്യമല്ല. കർത്താവ് പറയും, ഞാൻ കഴുകാഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കർത്താവിനാൽ ഒരു കഴുകപ്പെടൽ ലഭ്യമാകുന്നില്ല എങ്കിൽ കർത്താവിനോടുകൂടെ പങ്കാളിത്തമില്ല. അപ്പം രക്ഷയോടുള്ള ബന്ധത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടായില്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ വന്നു പറ്റുന്ന ലോകത്താലുള്ള കളങ്കം പറ്റിക്കഴിഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ആത്മീക കൂട്ടായ്മ അല്ലെ കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ നടപ്പ് തടസ്സപ്പെടുകയും മുടിയം പുത്രനെ പോലെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വളരെ ദൂരം അകന്നു പോകുവാനായിട്ട് ഇടയായി. ഇത് നമ്മൾ പിന്മാറ്റം എന്ന് പറയുന്നുണ്ട്. ഈ പിന്മാറ്റം സംഭവിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഓരോ ലംഘനങ്ങളും കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തി ആ ദൈവദാസന്മാരിലൂടെ ദൈവവചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തോട് ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മളത് ഗൗനിക്കാതെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അത് ചെറിയൊരു തെറ്റല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ആ മലിനത നമ്മുടെ കാലിൽ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയിൽ അത് ഇടചേർന്നിരിക്കുക. അത് അവിടെ ഇരുന്ന് ഉണങ്ങിപ്പിടിച്ച് നമുക്കറിയാം, ഒരു ചെളി കാലിലിരുന്ന് ഉണങ്ങിപ്പിടിച്ചാൽ പിന്നെ അത് ക്രാക്കാകും. ക്രാക്കായി കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ചെടുക്കാൻ വലിയ പാടാണ്. പിന്നെയും വെള്ളത്തിൽ കുതിർത്താലേ നമുക്കൊന്ന് കുതിർന്ന് കിട്ടത്തുള്ളൂ. ഇത് വർഷങ്ങൾ തുടർന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ അങ്ങനെ വരുവാനായിട്ട് പാടില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ് ഇവിടെ വ്യക്തമായിട്ടുള്ള വിഷയം, നിങ്ങളെ ഞാൻ എല്ലാവരെയും കഴുകി കുളിപ്പിച്ചവരാണ്, എന്നാൽ നിങ്ങളിലുള്ള എല്ലാവരും ശുദ്ധിമാന്മാരല്ല. കർത്താവ് ചിന്തിക്കുന്നത് യൂദ ഈ 3.5 വർഷം കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ടുള്ള അധ്യായം, അതായത് 12 മുതലുള്ള വാക്യങ്ങളിലെ പ്രധാന വിഷയം ഇസ്കറിയാത്ത യൂദയാണ്. അതിന് 21 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വിഷയം വ്യക്തമായിട്ട് ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 12 വാക്യങ്ങളിൽ കർത്താവും ഗുരുവുമായിട്ടുള്ള ഞാൻ നിങ്ങളുടെ കാല് കഴുകിയാൽ നിങ്ങളും പരസ്പരം ചെയ്യേണ്ടതാകുന്നു എന്നൊരു ദൃഷ്ടാന്തം പറഞ്ഞു. എന്നിട്ട് കർത്താവ് പെട്ടെന്ന് തന്നെ യൂദയിലേക്ക് തിരിയുക. അപ്പോൾ അവിടെ പത്രോസ് പറഞ്ഞ വാക്കിന് കർത്താവ് പറഞ്ഞ മറുപടി, നിങ്ങൾ എല്ലാവരും കഴുകപ്പെട്ടവരാ, പക്ഷെ നിങ്ങൾ ഒരാളല്ല, എല്ലാവരും അല്ല. അപ്പൊ യൂദ കർത്താവിന്റെ കൂടെ ഈ 3.5 വർഷക്കാലം ജീവിച്ചെങ്കിലും യൂദയുടെ ജീവിതത്തിൽ ഒരു കഴുകപ്പെടൽ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിന്റെ അനുഭവം, ഒരു മാനസാന്തത്തിന്റെ അനുഭവം യൂദയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് വിശ്വാസികളുടെ ഇടയിലും സംഭവിക്കാവുന്ന ഒരു വിഷയമാണ്. സഭാ കൂട്ടായ്മയിൽ, വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സഭാ കൂട്ടായ്മയിൽ ജീവിക്കുന്ന പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പരാജയമാണ് ഈ വിഷയം. നമുക്ക് മറ്റുള്ളവരെ വിധിക്കാൻ അവകാശമില്ല, ദൈവം അതിനുള്ള റൈറ്റ് തന്നിട്ടില്ല, രക്ഷയെ പരിശോധിക്കാനും റൈറ്റ് തന്നിട്ടില്ല. എന്നാൽ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്നതുപോലെ നമ്മൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹം സഭയിലെ അംഗമായിരിക്കാം, ആക്റ്റീവായിരിക്കാം, ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ പ്രോബ്ലം അടിസ്ഥാനപരമായിട്ട് ഒരു ശുദ്ധീകരണത്തിന് അനുഭവം ഇല്ലാത്ത അവസ്ഥയിലും ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് ആയിരിക്കാനായിട്ട്, എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അദ്ദേഹത്തെ വിശ്വാസി എന്ന് വിളിക്കുവാനായിട്ട് പറ്റത്തില്ല. ഇവിടെ 12 അപ്പോസ്തലന്മാർ ഈ യൂദയ ഗണത്തിൽപ്പെട്ട ആളാണ്, പക്ഷെ അദ്ദേഹം വിശ്വാസിയല്ല, അറിയപ്പെടുന്ന 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിലാണ്. അപ്പോൾ യൂദയെ കർത്താവ് തെരഞ്ഞെടുക്കുമ്പോൾ യൂദയെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 6:12 വരുമ്പോൾ 12 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ ഇസ്കറിയാത്ത യൂദാവ് ആ തെരഞ്ഞെടുപ്പിലുണ്ട്. കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കുവാനായിട്ടും ഈ 12 പേരെ അയക്കുമ്പോൾ ഈ യൂദയും ആ കൂട്ടത്തിലുണ്ട്. ഇവൻ 12 ഒരുവനാണ് ഇസ്കറിയാത്ത യൂദ. അപ്പൊ രോഗശാന്തി കൊടുക്കുന്നുണ്ട്, അത്ഭുതം ചെയ്യുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ഇവൻ വിശ്വാസിയല്ല. പിന്നെ നമ്മൾ വായിക്കുന്നത് കർത്താവിനോട് കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കുവാനും നിയോഗിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3:13. പിന്നെ കർത്താവ് ഒരു നിക്ഷേപം അവന്റെ കൊടുത്തു. ഞാൻ ഈ ടീമിന് ലഭിക്കുന്ന പണം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവന് കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു, അത് കാംക്ഷിച്ചിട്ട് പലരും വിശ്വാസം വിട്ടുവിടുന്നു എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം, പണം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. ഓരോരുത്തർക്കും വിവിധ ആവശ്യങ്ങളാണ്. ചിലർക്ക് 10,000 രൂപ ജീവിക്കാം, ചിലർക്ക് 50,000 വേണ്ടി വരും, ചിലർക്ക് 1 ലക്ഷം വേണ്ടി, ചിലർക്ക് 10 ലക്ഷം വേണ്ടി വരും. ഓരോരുത്തരുടെയും ജീവിത നിലവാരം വ്യത്യാസമാണ്. എന്നാൽ ഈ പണം സമ്പാദിക്കണം, പണം മാത്രം മുഖ്യ ലക്ഷ്യമായിട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന വിഷയം അവന്റെ ആത്മീക ദൃഷ്ടി, അവന്റെ വിശ്വാസ ജീവിതം തകർന്നു തരിപ്പണം. അവന് കർത്താവിനെക്കാട്ടിലും വലുത് പണമായി മാറും. അതാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യം സമ്പാദിക്കുന്നത് തെറ്റല്ല, ദ്രവ്യാഗ്രഹം തെറ്റായിട്ട് മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ യൂദയുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു വിപത്ത് അതാ. അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്താ, ഇവനിങ്ങനെ മറ്റുള്ളവരുടെ കയ്യിലും ഈ കാശുകളൊക്കെ വരുന്നതാണ്, മറ്റുള്ളവരും കർത്താവിനെ പിൻപറ്റി. പക്ഷെ യൂദയുടെ ഫോക്കസ് എപ്പോഴും പണത്തിലേക്കായിരുന്നു, പണം ലഭ്യമാകുന്ന മാർഗങ്ങളിലേക്കായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒടുവിൽ
കർത്താവിന്റെ കയ്യിൽ നിന്ന് ഇവിടെ നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ അവൻ വിട്ടുപോകുമ്പോൾ അതിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പെസഹ ആചരിക്കാൻ വേണ്ടിയാണ് ഇവരവിടെ കൂടിയിരിക്കുന്നത്. യഹൂദന്മാർക്കുള്ള ആചാരമാണ് പെസഹ എന്ന് നമുക്കറിയാം. അപ്പോൾ വീണ്ടെടുപ്പിന്റെ സിംബോളിക് എക്സ്പ്രഷൻ ആയിരിക്കുന്ന അല്ലെ മിസ്രൈമിൽ നിന്ന് ലഭിച്ച വിടുതലിനെ ഓർക്കുന്ന ഓർമ്മയുടെ പെരുന്നാൾ ആയിരിക്കുന്ന പെസഹ പെരുന്നാളിൽ ആ വീണ്ടെടുപ്പിന്റെ അപ്പക്കണ്ണ് ഇവൻ മേടിച്ച് കഴിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അപ്പം കൊടുക്കുന്നവനാണ് എന്നെ ഒറ്റ കൊടുക്കുവാനായിട്ട് പോകുന്നത്. ഇത് കിട്ടിയ പാടെ അവൻ ഇറങ്ങി പുറത്തേക്ക് പോകുവാനായിട്ട് ഇടയെ തീർന്നെന്ന് കാണുവാനായിട്ട് കഴിയും. ഇത് വളരെ വലിയ എന്ന് പറഞ്ഞാൽ ആത്മീക പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് അവതരിപ്പിക്കുന്നത്. ഇതെല്ലാ കാലത്തും സംഭവിക്കാവുന്ന ഒരു വിപത്താണ് എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ നടന്ന് കർത്താവ് വിളിച്ചു, കർത്താവ് കൂടെ നടത്തി എന്ന് പറഞ്ഞാൽ അവനും ഒരു രക്ഷാപദ്ധതി എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ചും ദൈവത്തിനൊരു ആവശ്യമുണ്ട്, പ്രയോജനമുണ്ട് എന്നുള്ള ബോധ്യം അവൻ ഉണ്ടാകത്തക്ക നിലയിൽ അവനെ ചേർത്ത് കൂടെ നടത്തിയതാണ് കർത്താവ്. ഒറ്റ കൊടുക്കുമെന്ന് കർത്താവിനറിയാം. കർത്താവ് സർവജ്ഞാനിയായ ദൈവമായതുകൊണ്ട് കർത്താവിന് അറിയാം. പക്ഷേ അതിന്റെ ശരിയായ ആശയം എന്ന് പറയുന്നത് ഇവനും ഇതിനു വേണ്ടി കൂടി അല്ലെങ്കിൽ ഈ ഒറ്റുകാരനായിരിക്കുന്ന യൂതയ്ക്ക് വേണ്ടി കൂടി തിരഞ്ഞെടുപ്പിന്റെ പാത ദൈവം ഒരുക്കുന്നു. സകല മനുഷ്യർക്കും, ഒരു മനുഷ്യർക്കും ഈ തെരഞ്ഞെടുപ്പിൽ അംഗമല്ല എന്ന് പറയാതിരിക്കത്തക്ക നിലയിൽ വ്യക്തമായ നിലയിൽ ആ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ഒടുവിൽ താൻ കർത്താവിന്റെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോകുമ്പോൾ അവിടെയും വീണ്ടെടുപ്പിന്റെ ചിത്രീകരണത്തിൽ പങ്കാളിയായിട്ടാണ് ഈ യൂത ഇറങ്ങി പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചും അറിഞ്ഞും ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടത്തിലായതുകൊണ്ട് ഒരു വിശ്വാസിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ളവർ വിശ്വാസികളല്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ചോദന ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയങ്ങൾ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ കഴുകപ്പെടലിന്റെ ബോധ്യം വിശ്വാസികളുടെ ഹൃദയത്തെ ഭരിക്കാതെ വരുമ്പോൾ ലോകത്താലുള്ള മാലിന്യങ്ങൾ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുവാനായിട്ട് മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന് പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ അതിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. കർത്താവ് ആ വാക്ക്, കർത്താവ് തന്റെ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്ന വിഷയം, കർത്താവിന്റെ ക്രൂശീകരണവും മരണവും പുനരുദ്ധാനവും സ്വർഗാരോഹണവും ഈ വിഷയത്തോട് ബന്ധപ്പെട്ടാണ് മഹത്വീകരണം എന്നുള്ള വാക്ക് കർത്താവ് സുവിശേഷങ്ങൾ പ്രത്യേകിച്ച് എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. അതിന് പല തലങ്ങളുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ കർത്താവ് മഹത്വപ്പെടുത്തുന്നതുകൊണ്ട് പിതാവിന് മഹത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ചിന്തിക്കുന്ന വിഷയം അതിന്റെ താഴെ കർത്താവ് നൽകുന്ന ഒരു പുതിയ കൽപ്പനയാണ്. 33-ാം വാക്യം, കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പൊ ഇവിടെ യൂതയില്ല. ഇവിടെ കർത്താവ് കുറച്ചുകൂടെ ശിഷ്യന്മാരുമായിട്ട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഒറ്റ കൊടുക്കേണ്ടവൻ, അവിശ്വാസിയായവൻ, ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ പങ്കാളിത്തം പ്രാപിക്കാതെ നഷ്ടപ്പെട്ടു പോയവൻ, അവൻ കർത്താവിനെ വിട്ട്, നമ്മൾ വായിക്കുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്നു, കർത്താവ് ജീവന്റെ വെളിച്ചം അപ്പമാവുന്നു, ലോകത്തിന്റെ വെളിച്ചമാവുന്നു പറഞ്ഞ് കർത്താവിനെ വിട്ട് അവൻ അന്ധകാരത്തിലേക്ക്, നമ്മൾ അതിന്റെ 30-ാം വാക്യത്തിൽ അവൻ പോയപ്പോൾ ഇരുട്ടായിരുന്നു, വെളിച്ചമായിരിക്കുന്ന കർത്താവിനെ വിട്ട് ഇരുട്ടിന്റെ വഴി തെരഞ്ഞെടുത്ത് അവൻ പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന, ബാക്കി 11 പേരോട് പറയുന്ന വാക്കുകളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന ഒരു വിഷയം, ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. അതിനു മുമ്പ് അവരോട് പറഞ്ഞ വിഷയം, ഞാൻ പോകുകയാണ്. കർത്താവ് ഇത് റെപ്പിറ്റേറ്റീവ് ആയിട്ട് പറയും, പല പ്രാവശ്യമായിട്ട് പറഞ്ഞു ഞാൻ പോവുകയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഈ പോയി കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഷോക്ക് ഉണ്ടാകും. കാരണം 3.5 വർഷം ഇവർക്ക് എല്ലാമായിരുന്ന കർത്താവ് ഇവരെ വിട്ട് പോയി കഴിയുമ്പോൾ ഇവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു പക്വതയില്ല, അല്ലെങ്കിൽ അതിനുള്ള മാനസിക തലത്തിൽ അല്ല എന്നറിയാവുന്നതുകൊണ്ട് കർത്താവ് ആവർത്തിച്ച് ഇവരോട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിന് പത്രോസ് പ്രതികരിക്കുന്ന വിഷയം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് കൊടുക്കുന്ന ആ ഒരു പുതിയ കൽപ്പനയുടെ ഒരു പ്രത്യേകതയുണ്ട്. കർത്താവോട് പറയുന്നൊരു വിഷയം, പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. 34-ാം വാക്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പഴയ നിയമത്തിൽ ഈ കൽപ്പനയുണ്ട്.
നമ്മൾ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 22-ാം അധ്യായം 34 തൊട്ട് 40 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, മത്തായി 22-ന്റെ 34 തൊട്ട് 40 വരെ, അവിടെ നമുക്കറിയാവുന്ന വാക്യമാണ്. ഇതില് കർത്താവ് ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് പരീശൻ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. എന്നിട്ട് അടുത്ത പറയുന്നത്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവനും ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയം, ന്യായപ്രമാണത്തിന്റെ കൽപ്പനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൽപ്പന സഭയ്ക്ക് കൊടുക്കുക. അവിടെ ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. ദൈവത്തോടുള്ള സ്നേഹം ആത്മീയമാണ്, അയൽക്കാരനോടുള്ള സ്നേഹം സോഷ്യലാണ്, സാമൂഹികമായിരിക്കുന്ന ഒരു ബന്ധമാണ്. എന്നാൽ ഇവിടെ പറയുന്ന വിഷയം എന്താ പറയുന്നത്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയാണ്. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ വിട്ടു പോകുവാനായിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് വരുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഇവര് വിചാരിക്കുന്നത് യെരുശലേമിൽ നിന്ന് കർത്താവ് കുറച്ച് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നൊരു സ്വാഭാവിക ചിന്തയെ ഇവർക്ക് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ കർത്താവ് തന്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്, നമുക്കറിയാം. മരണ പുനരുദ്ധാനത്താൽ സ്വർഗീയ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവിന്റെ അസാന്നിധ്യത്തിൽ കർത്താവ് പോയി കഴിയുമ്പോൾ ശിഷ്യന്മാർ ഭൂമിയിൽ അനുവർത്തിക്കേണ്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായ കൽപ്പനയാണ് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത്. അപ്പോൾ ദൈവസഭയ്ക്ക് കർത്താവ് കൊടുത്ത ആദ്യത്തെ കൽപ്പന, സഭ ഉണ്ടാകുന്ന പെന്തക്കോസ്ത് നാളിലാണ്, അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന വിഷയം സഭയുടെ ഫൗണ്ടേഷനാണ്. അപ്പോസ്തലന്മാരായിരിക്കുന്ന 12 പേര്, ഈ 11 പേരും സഭയുടെ ഫൗണ്ടേഷൻസ് ആണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ കൽപ്പന സഭയ്ക്കുള്ള കൽപ്പനയാണ്. ഇതിന്റെ വിശദീകരണം പല നിലകളിൽ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. നമ്മൾ തമ്മിൽ വിശ്വാസികൾ അന്യോന്യം അനുവർത്തിക്കേണ്ട വലിയൊരു ലിസ്റ്റ് പുതിയ നിയമത്തിലുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞ അതിനോട് ചേർത്ത് കർത്താവ് ഒരു ആഡ്ജക്റ്റീവൂടെ, ഒരു വിശേഷണം കൂടെ കർത്താവ് ചേർത്തു. ഞാൻ നിങ്ങളെ, അതിന്റെ 2ാം ഭാഗത്ത് വരുമ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഇവിടെയാണ് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് പറയുന്ന ഒരു സ്വാഭാവിക കൽപ്പന. ന്യായപ്രമാണത്തിലെ കൽപ്പനയാണ് സഹോദരനെ നിങ്ങൾ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ ദൈവത്തോടുള്ള ഉത്തരവാദിത്വവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അത് വെറുതെ സ്നേഹിച്ചാൽ പോരാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. കർത്താവ് സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ, നമുക്കറിയാവുന്ന വാക്യമാണ്, നമ്മൾ അദ്ദേഹത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 15-13 വായിക്കുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 10 ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്ന വാക്കെന്താണ്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, സ്നേഹിതന്മാർക്ക് വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, അത് സാക്രിഫിഷ്യൽ ലവ് ആണ്, അൺകണ്ടീഷണൽ ലവ് ആണ്. നമുക്കറിയാവുന്ന വിഷയം. ത്യാഗപൂർണമായിരിക്കുന്ന, തന്നെത്താൻ ത്യജിച്ചുകൊണ്ടുള്ള സ്നേഹം വ്യവസ്ഥയില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ള സ്നേഹം, അതാണ് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത. അപ്പൊ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടുവിശ്വാസികളെ നമ്മൾ അവരിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കർത്താവ് സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കണം. അവരെ സ്നേഹിക്കുമ്പോൾ അത് സാക്രിഫിഷ്യൽ ലവ് ആയിരിക്കണം, ത്യാഗം ചെയ്യുന്ന സ്നേഹം. എപ്പോഴാണ് ത്യാഗം ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ ത്യാഗം ചെയ്യുന്ന വിശ്വാസത്യാഗമാണ് പലപ്പോഴും. എങ്ങനെ അദ്ദേഹത്തെ ഇല്ലാതാക്കാന്നാണ് നമ്മൾ ചെയ്യുന്നത്. അവന്റെ വിശ്വാസം എങ്ങനെ ഇല്ലാതാക്കാം, അങ്ങനെ നമ്മൾ പലപ്പോഴും വിശ്വാസികൾ, എല്ലാവരും അല്ല കേട്ടോ, പലപ്പോഴും നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിലൊക്കെ പ്രശ്നങ്ങൾ, ഒരുവരെ എങ്ങനെ ഒതുക്കി കളയാം എന്നുള്ളൊരു ചിന്ത. പക്ഷെ ഇവിടെ കർത്താവ് ഒരു സാക്രിഫിഷ്യൽ ലവ് എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയെ നേടുവാനായിട്ട്, അവൻ വിശ്വാസ ജീവിതത്തിൽ വീണു പോകുന്നു, അവൻ തകർന്നു പോകുന്നു എന്ന് കാണുമ്പോൾ കൈ പിടിച്ച് നിർത്തുവാനായിട്ട് ദൈവം പരസ്പരം ഒരു ഉത്തരവാദിത്വം വിശ്വാസികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇത് ശിഷ്യന്മാരോടുള്ള പ്രൈവറ്റ് ടോക്കാണ്, യഹൂദന്മാർക്കുള്ളതല്ല, പൊതുജനത്തിനുള്ളതല്ല. ഇത് സഭയ്ക്കുള്ളതാണ്. അതായത് സഭയെ പരിപാലിക്കുവാനായിട്ട് അടിസ്ഥാനമായി നിയമിച്ചാക്കുന്ന കർത്താവ് വിട പറയുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇതാണ്: നിങ്ങൾ പരസ്പരം സാക്രിഫിഷ്യൽ ലവ് കാണിക്കുന്നു. നിങ്ങൾ പരസ്പരം വിശ്വാസത്തിൽ ബലപ്പെടുത്തുവാനായിട്ട്, വിശ്വാസത്തിൽ നിലനിർത്തുവാനായിട്ട് വ്യവസ്ഥരഹിതമായിരിക്കുന്ന, ത്യാഗപൂർണമായിരിക്കുന്ന സ്നേഹം കാഴ്ചവെക്കണം. എന്താ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രാണനെ മറുവിലയെ കൊടുക്കുന്നത് പോലെ. അപ്പൊ ഒരു പക്ഷെ നമ്മുടെ കൂട്ടു സഹോദരൻ നന്മയൊന്നും ഇല്ലായിരിക്കാം, നമ്മളോട് ദ്രോഹം ചെയ്ത വ്യക്തിയാകാം.
ആ വ്യക്തി ഒരു വിശ്വാസത്തിന്റെ പ്രതിസന്ധിയിലായി കഴിയുമ്പോൾ അദ്ദേഹം വിശ്വാസം വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അകപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഇദ്ദേഹം എന്നെ ദ്രോഹിച്ചതാണ് എന്ന് ചിന്തിച്ച് അവൻ അങ്ങനെ വേണം എന്ന് ചിന്തിക്കാതെ നമ്മളോട് ചെയ്ത ദ്രോഹം മറന്ന് നമുക്ക് നമ്മുടെ ഈഗോയ്ക്ക് ഉണ്ടായിരിക്കുന്ന ആ ഹർട്ട് മറന്ന് ആ വേദന മറന്ന് മുറിപ്പാട് മറന്ന് ആ വ്യക്തിയെ ബലപ്പെടുത്തുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സ്നേഹം, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലാണ് ഈ ക്രിസ്തീയ സ്നേഹം, ക്രിസ്തീയ സാക്ഷ്യം. കർത്താവ് അടുത്ത വാക്യത്തെ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന് നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്നുള്ള വിശ്വാസ സമൂഹത്തിന്റെ പ്രത്യേകത സഭാ വ്യത്യാസമില്ലാതെ സംഭവിക്കുന്ന ഒരു വിഷയം എന്താ? എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. 10 പേരുള്ള സഭയിലും പ്രശ്നങ്ങളാണ്. ആ സഭയിലെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ വഴി നാട് മുഴുവനാകെ ഒരു വിധത്തിലും ഒരു വ്യക്തിയും ഈ കൃപയിലേക്ക്, ഈ സുവിശേഷ വെളിച്ചത്തിലേക്ക്, രക്ഷാ സന്ദേശത്തിലേക്ക് വരാതെ വാതിലുകൾ നമ്മൾ അടച്ചു കളയുക. പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഗൗരവം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ലോകത്താലുള്ള കളങ്കം നമ്മളിൽ പറ്റി ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ പ്രതാപം ഞാൻ സംതിങ് ആണ് എന്നുള്ള ആ ചിന്തയിൽ, അപ്പൊ എന്നെ ദ്രോഹം ചെയ്ത വ്യക്തി ഞാൻ ഒരു വിധത്തിലും മുന്നോട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ലോക മനുഷ്യന്റെ സിസ്റ്റം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ ഒരു കൂട്ടു സഹോദരന്റെ വീഴ്ചയിൽ അദ്ദേഹത്തോട് കരുണ കാണിക്കുവാൻ, ക്ഷമിക്കുവാൻ നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ ഇടപെടുമ്പോൾ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സഹകരിച്ച് ജീവിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ അൺകണ്ടീഷണൽ ആയിട്ട് ക്ഷമിക്കുകയും പരസ്പരം കാൽ കഴുകുന്ന അനുഭവം. ഈ കാൽ കഴുകുന്ന പ്രാക്ടിക്കൽ, അതാ ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസ തെറ്റിലകപ്പെട്ടാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്ക് ദൈവം നൽകുക. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. നമുക്ക് കർത്താവ് ഒരു ഹമ്പിൾ ആയിട്ടുള്ള ലവിങ്, സെർവന്റ് ഹാർട്ടഡ്, ദാസ മനോഭാവമുള്ള സ്നേഹം. ഒന്നാമത്തേത് സാക്രിഫിഷ്യൽ ലവ് ആണ്. സഹോദരനെ നേടുവാൻ വേണ്ടി നമ്മളുടെ അഹത്തെ, നമ്മുടെ ഈഗോയെ ത്യാഗം ചെയ്യുക. നമുക്കുണ്ടായിരിക്കുന്ന നമ്മുടെ പക്ഷം ന്യായമായിരിക്കാം, നീതിയായിരിക്കാം, എങ്കിലും ആ സഹോദരൻ വിഷമത്തിലാകുന്നു, വിശ്വാസത്തെ പ്രതിസന്ധിയിലാകുന്നു എന്ന് അറിയുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന, അതാണ് സാക്രിഫിഷ്യൽ ലവ്. 2 സെർവന്റ് ഹാർട്ടഡ് ലവ് ആണ്. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയ പോലെ. മത്തായി സുവിശേഷം 20:26 വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളിൽ പ്രധാനിയാകുവാൻ ഇച്ഛിക്കുന്നവൻ ദാസനാകണം ആദ്യം എന്ന് പറഞ്ഞതിന്റെ ആശയം ഇത്രേ ഉള്ളൂ. ഒരു സഹോദരൻ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ സംതിങ് ആണ്. ഞാൻ ഈ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകനാണ്, ഞാൻ ഏറ്റവും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന സുവിശേഷകനാണ്, അതുകൊണ്ട് എന്നോട് തെറ്റ് ചെയ്ത വ്യക്തി എന്റെ അടുക്കൽ വരട്ടെ എന്നാണ് നമ്മുടെ സ്വാഭാവിക ആറ്റിറ്റ്യൂഡ്. ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങളിൽ പ്രധാനിയാകുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങൾ ദാസനാകണം എന്ന് പറഞ്ഞാൽ, ആ സഹോദരൻ, നമ്മളോട് തെറ്റ് ചെയ്ത സഹോദരന്റെ അടുക്കൽ സഹോദരൻ ചെയ്ത് തെറ്റാണ്, അത് ശരിയായില്ല എന്ന ദൈവസ്നേഹത്തിൽ പറഞ്ഞ് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ശുശ്രൂഷയാണ് ദൈവം നമുക്ക് തരുന്നത്. അതാണ് കർത്താവ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരായിരിക്കുമ്പോൾ, ദൈവം താൻ തന്നെ മനുഷ്യരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി താൻ വന്നു. എന്ത് ചെയ്തുകൊണ്ടാണ്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുകയാണ്. അപ്പൊ ഈ കർത്താവിന്റെ താഴ്മയുടെ മഹത്വം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് തന്റെ ദൈവിക മഹത്വം, ദൈവത്തോടുള്ള സമത്വം, അത് താൻ ത്യജിച്ചു വെച്ചിട്ടാണ് ശത്രുക്കളായിരിക്കുന്ന അഭക്തരായി നമ്മൾ വീണ്ടെടുക്കുവാനായിട്ട് വന്നത്. ഈ ഒരു സാഹചര്യത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയാൽ, ഈ കർത്താവിന്റെ മക്കളായിട്ട് നമ്മൾ ശിഷ്യന്മാരായിട്ട് സ്വഭാംഗങ്ങളായിട്ട് ജീവിക്കുമ്പോൾ പരസ്പരം ക്ഷമിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ചകൾ ചെയ്തും ജീവിക്കാനായിട്ട് കഴിയും. ആ ഒരു മനോഭാവമുണ്ട്. കർത്താവ് പറഞ്ഞ അതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. 3-ാമത്തെ വിഷയം അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം. നെഹമ്യാവിന്റെ പുസ്തകം 9:17, എഫേസ്യർ 4:32. ആ വാക്യങ്ങളിൽ പറയുമ്പോൾ നമ്മളോട് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പൊ കർത്താവ് ആദ്യം മാതൃക കാണിച്ചു തന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പൊ നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ ഉണ്ടാകാം. ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റിനെ ന്യായീകരിക്കാം. എന്നാൽ കൃപ നഷ്ടപ്പെടാതെ വസ്തുതയിൽ, വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവവചനപ്രകാരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ സഹോദരനെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം വിശ്വാസിക്കുണ്ട്. തെറ്റ് ചെയ്ത വ്യക്തിക്ക് വിധേയപ്പെടുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും ഈ ഈഗോ ഹർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷെ ദൈവസന്നിധിയിൽ ഈഗോയ്ക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഞാൻ താഴ്മ ധരിച്ചവനായി നിങ്ങളുടെ കാലുകൾ കഴിയതുപോലെ നിങ്ങളിൽ പ്രധാനിയാകുവാൻ ഇച്ഛിക്കുന്ന വ്യക്തി നിങ്ങളുടെ ദാസനാകണം. ഞാൻ നിങ്ങളുടെ ദാസനെ ശുശ്രൂഷ ചെയ്തതുപോലെ നിങ്ങളും ദാസ മനോഭാവമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞത്. ഇത് സഭയ്ക്ക് ഏറ്റവും
അടിസ്ഥാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ നാലാമതായിട്ടുള്ള വിഷയം രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ്. ഒന്നാമത്തെ വിഷയം സാക്രിഫിഷ്യൽ ആണ്, രണ്ടാമത്തേത് ഹംബിൾ ആണ്, മൂന്നാമത്തേത് ഫോർഗിവിംഗ് ആണ്, നാലാമത്തേത് ട്രാൻസ്ഫോർമേഷനിൽ ആണ്. ഞാൻ രൂപാന്തരം വരുത്തുന്നതാണ്, ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. എന്താ രൂപാന്തരം? പല ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ളവർ ഒരു കുടക്കീഴിൽ ഒരു കുടുംബത്തിലെ അംഗമായി വരുന്ന രംഗമാണ് ഈ രൂപാന്തരപ്പെടുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, ഭാഷയുടെ ഡിഫറൻസ് ഉണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസുകളെല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ ഡിഫറൻസുകളുടെ ഒരു സമാഹാരം കൊണ്ടുവന്ന് ക്രിസ്തുവിൽ ഒന്നാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ ക്രിസ്തുവിൽ ഒന്നാക്കി വെക്കുമ്പോഴും ഈ കൾച്ചറൽ, ഫാമിലിയൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം സ്ഫോടനം ഏത് സമയത്തും ഉണ്ടാകാം. ആ സ്ഫോടനം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഇങ്ങനെ ഒരു സാഹചര്യം മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ട മനോഭാവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ പോകുന്നതിന് മുമ്പ്, നിങ്ങളെ വിട്ട് പിരിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്ന ശുശ്രൂഷ മനോഭാവം, വിനയത്തിന്റെ, താഴ്മയുടെ ശുശ്രൂഷ മനോഭാവം. ഇവിടെ കർത്താവ് ഇതൊന്നും പറഞ്ഞില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലനാണ് ഫിലിപ്പിയ ലേഖനത്തിലെ കൃത്യമായിട്ട് പറഞ്ഞത്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു. ഈ ദാസരൂപം എടുത്തു എന്നുള്ള വാക്ക് വായിക്കുമ്പോൾ നമ്മൾ ഉടനെ വരേണ്ടത് ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക്. അരയ്ക്ക് തുണി കെട്ടി തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനായിട്ട് മുട്ടുകുത്തിയിരിക്കുന്ന കർത്താവ് രാജാതിരാജാവായിരിക്കുന്ന കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എത്ര വിനയത്തോടെ വന്നു. ഇനി 13:35 നമ്മൾ ആ പാരഗ്രാഫിന്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മൾ സ്നേഹമുള്ളവരല്ലേ? ആണ്. പിന്നെന്താ പ്രശ്നം? സ്നേഹമുണ്ട്, അതിൽ പറയുന്നുണ്ട് സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെന്ന്. അങ്ങനെയല്ല, നമുക്ക് സ്നേഹം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, പക്ഷെ കർത്താവ് പ്രതീക്ഷിക്കുന്ന നിലയിൽ ഉള്ള ഈ 4 തരത്തിലുള്ള സ്നേഹം നമുക്കില്ല. ഈ സ്നേഹം കാണുമ്പോൾ ഒന്ന്, അത് സാക്രിഫിഷ്യൽ ആണ്. അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് നാം നമ്മളെ തന്നെ തിരിച്ചിട്ടാണ് അദ്ദേഹത്തോട് കരുണ കാണിച്ചെന്ന് ഫീൽ ചെയ്യണം. അപ്പോൾ അദ്ദേഹം കർത്താവിനെ കാണണം. 2, വിനയമുള്ള സ്നേഹം, ഒരു വിനയത്തോടുകൂടി നമ്മൾ താഴ്മ ധരിച്ചാണ് ചെല്ലുന്നത്. 3, ക്ഷമിക്കുന്നതും കൃപ കാണിക്കുന്നതുമായിരിക്കുന്ന സ്നേഹം. ഈ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിഭാഗത്തിൽ കൊണ്ടുവരുമ്പോൾ സുവിശേഷം ഒത്തിരി ഒന്നും പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് ഇഷ്ടംപോലെ പ്രസംഗമാണ് സുവിശേഷം, ജീവിതത്തിൽ ഈ സാധനമേ ഇല്ല. സഭാ ഹാളിൽ അടിയും കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം 4 മണിക്ക് സുവിശേഷത്തിന് വേണ്ടി മൈക്കും എടുത്തുകൊണ്ട് പോകുന്നത്. ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നു? ആരും രക്ഷിക്കപ്പെടത്തില്ല. അതൊരു പ്രഹസനം മാത്രമാണ്. ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ, അതായത് സുവിശേഷ വിഹിത സഭകളിൽ പൊതുവായി വന്നു ഭവിച്ചിരിക്കുന്ന ഒരു വിപത്താണ്. സഭയ്ക്കുള്ളിൽ പൊരിഞ്ഞ പ്രശ്നങ്ങളും കഴിഞ്ഞ് വൈകിട്ട് പരസ്യത്തിന് ഇറങ്ങി പോകും, അല്ലെ സുവിശേഷം അറിയിക്കാനായിട്ട് പോകും. സുവിശേഷം അറിയിക്കേണ്ടെന്നല്ല അതിന്റെ ആശയം. പക്ഷെ ആദ്യം ഇവിടെ ഈ കാര്യം യഥാസ്ഥാനപ്പെടൽ, സ്നേഹത്തിന്റെ പ്രായോഗിക തലം ഉണ്ടായാൽ മാത്രമേ സുവിശേഷം ട്രാൻസ്ഫോം ചെയ്യുകയുള്ളൂ. അതായത് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് വേണം, കാണുമ്പോഴാണ് ഇതിനകത്തേക്ക് ഒരു അവിശ്വാസിക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. ഇന്ന് അനേകരെ രക്ഷ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ സഭയിലോട്ട് വേർപെട്ട് വരുന്നതിനുള്ള പരിഭവം ആളുകൾക്കുണ്ട്. കാരണം ഇത്രയുള്ളൂ, സഭയില് ഈ സ്നേഹത്തെ കാണുവാനായിട്ട്, വെളിപ്പെടുവാനായിട്ട് ഇടയാകുന്നില്ല എന്നുള്ളതാണ്. ഇനി അതിന്റെ പ്രത്യേകത 35-ാം വാക്യം പറ്റി, ഇത് ശിഷ്യത്വത്തിന്റെ സിംബൽ അല്ലെങ്കിൽ മുദ്രയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ സ്നേഹം കണ്ടാൽ അവിശ്വാസികൾക്ക് നമ്മൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് മനസ്സിലാവും. ഇന്ന് നമ്മൾ നോട്ടീസ് അടിക്കണം, അല്ലെ ഫ്ലെക്സ് അടിച്ചു വെക്കണം, നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന്. അതാണ് പ്രശ്നം. ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ കർത്താവ് ഈ 13-ാം അധ്യായത്തിൽ പറഞ്ഞ വിഷയം, ഇസ്കറിയാത്ത യൂദ എവിടെ ഉണ്ടായിരുന്നു? അവൻ ഈ വിശ്വാസ ഗണത്തിൽ പങ്കുണ്ടായില്ല. അവൻ കൂട്ടത്തിലുണ്ടായിരുന്നു, പക്ഷെ അവൻ ഈ ഗണത്തിൽ പങ്കുണ്ടായില്ല. അവൻ പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത പ്രമാണം, ഈ 11 പേർക്ക് കൊടുത്ത പ്രമാണം, ഞാൻ നിങ്ങളെ വിട്ട് പിരിയുവാനായിട്ട് പോവുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ശേഷിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ഭൂമിയിൽ ശേഷിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഉണ്ട്, നിങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് ലോകത്തിനും വെളിപ്പെടേണ്ടതിന് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്താലാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം എങ്ങനെയാണ് എന്ന് പരിശോധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നു. ഇനി അങ്ങനെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് പറയാൻ സമയമില്ല. ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവസ്നേഹം, അതായത് കർത്താവ് നമ്മോട് കാണിച്ച ആ നിരുപാധിക സ്നേഹം, ദാസരൂപമുള്ള ആ സ്നേഹം, വിധേയപ്പെടുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, ട്രാൻസ്ഫോം ചെയ്യുന്ന, രൂപാന്തരപ്പെടുന്ന, അത് വിശ്വാസികളെ രൂപാന്തരപ്പെടുത്തും. അതായത് തെറ്റിലകപ്പെട്ടു പോയ സഹോദരനെ രൂപാന്തരപ്പെടുത്തും, നമ്മളെ രൂപാന്തരപ്പെടുത്തും,
അവിശ്വാസികളെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അത് നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരാണ് എന്നതിന്റെ മുദ്രയായിട്ട്, സിമ്പലായിട്ട് ലോകത്തിന് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.